ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. ജോൻ്റെ അമ്മക്ക് സമാധാനമായി. ജോൻ്റെ അമ്മ വന്നായിരുന്നു വീട്ടിലൊക്കെ. ജോൻ്റെ അച്ഛൻ ഒരുപാട് സാഡാണ്. എന്ത് പറ്റി നിങ്ങൾക്ക്? ഇല്ലപ്പാ, ഇപ്പം എൻ്റെ മോക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ജോൻ്റെ അമ്മ മണ്ടൻ. ഇത്ര നേരം ഞാനാ ഒരു ആക്ടിങ് ചെയ്ത മണ്ടൻ, മണ്ടൻ. ഇവന് കണ്ടുപിടിക്കാനല്ല എന്തൊരു ഭർത്താവ് ഈ മണ്ടൻ. സമാധാനമായി. എനിക്ക് പഠിക്കാൻ ചെറിയ പ്രായത്തിൽ വെച്ചാൽ കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ കുട്ടികൾ ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. പഠിച്ചവന് നല്ല സുന്ദര ചെക്കന് എൻ്റെ മകൾ കുങ്കലെ നേപിക്കും. അതുമാത്രമാണ്. അതുമാതിരിയാണ് ഇപ്പം നമുക്ക് നോക്കാം. എല്ലാവരും 3 പേരും മനസ്സിൽ നിന്നിരിക്കുക അതേ ഒന്ന്. ഇവിടെ ഉള്ളവർക്ക് മാരേജ് കഴിച്ച് കൊടുക്കുക. ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ വേറെ സിറ്റി പ്ലേസിൽ ഞാൻ മാരേജ് കഴിച്ച് കൊടുക്കും. ഈ ഗ്രാമത്തിൽ ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കില്ല. അങ്ങനെ 3 പേര് അമ്മ വിള്ളത്തന്നെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഓൾഡ് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ സാടായി കേൾക്കുമ്പോഴാണ് പ്ലാൻ സക്സസ്. ஆனால் ജോൻ്റെ അമ്മ പറയായിരുന്നു, ഞാൻ എൻ്റെ മോളെ സിറ്റിയിൽ പഠിക്കാൻ വിടാം. എന്താ ഇവിടെ കോളേജ്? ഇവിടെ കോളേജല്ല, അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവിടെ ഞാൻ പഠിപ്പിക്കാൻ പോവാം എന്ന് പറയായിരുന്നു. ജോൻ്റെ അച്ഛനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി ഇവളെ പഠിക്കട്ടെ എന്ന് വിട്ടു പോയായിരുന്നു. എല്ലാവർക്കും കല്യാണം കഴിക്കുമ്പോൾ ജോൻ്റെ അച്ഛനക്ക് സാഡായിരുന്നു. എൻ്റെ മോൾക്ക് കല്യാണം കഴിപ്പിക്കായിരുന്നു എന്ന് അവർ 3 പേര് അച്ഛൻ്റെ മനസ്സിൽ. റോസ് പറയായിരുന്നു, മച്ചി ജോ എല്ലാ നല്ല കാര്യം നടന്നു. നമുക്ക് പോയി സിറ്റിയിൽ പ്ലേസ് നല്ല സുന്ദര ചെക്കനെ കറക്റ്റ് ചെയ്യാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ വീട് ഒരുപാട് സാഡായിരുന്നു. എന്താ മച്ചി നീ എന്താ ചെയ്യാ? അല്ല മച്ചി, അവരെല്ലാവരും സന്തോഷിക്കാം. എനിക്ക് ഡ്രീമിൽ വന്ന പോലെ എവിടെ കിട്ടൂടെ എൻ്റെ പാർട്ട്നേഴ്സ്? എടേ പാർട്ട്ണറല്ല, പാർട്ട്നേഴ്സ് പറയേ. എന്തടി പറയാം മച്ചി? ഇവള് ജോ റോസ് കേൾക്കായിരുന്നു. എന്തടി പ്രശ്നം? ജോ പറയായിരുന്നു, ഇവൾക്ക് ഡ്രീം ഒരു നാൾ ഓരോന്ന് കിസ് അടിക്കാൻ ഡ്രീം വരാം. ഒരാൾ പറഞ്ഞ മോശമില്ലടി 7 പേര് എങ്ങനെ പോയിട്ട് അവർ കണ്ടുപിടിക്കാൻ പറ്റൂടി എന്ന് പറയുന്നു. ഇല്ല മച്ചി, എനിക്ക് അവർക്ക് എന്തോ ഒന്നും ഉണ്ടടി. ജോ പറയായിരുന്നു, ഇവളൊരു പറഞ്ഞ് കേട്ടാവല്ല. ജോ പറയായിരുന്നു, ഇവളൊരു കാര്യം പറഞ്ഞ് കേട്ടാവല്ല, വാടി നമുക്ക് പോവാം. എന്നാൽ എല്ലാവരും അവിടെ പാക്കിങ് ചെയ്ത് സിറ്റി സെൻറ്റർ, അതെ വില്ലേജിൻ്റെ ദൂരെ വന്ന് സിറ്റി പ്ലേസിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയായിരുന്നു. ജോക്ക് ഒന്ന് ടെൻഷനായിരുന്നു. ജോ പറയായിരുന്നു, ഈ അമ്മക്ക് പറഞ്ഞിട്ട് ഭയങ്കര ഫോട്ടോ ഒന്നും തരില്ലേ അമ്മ എന്ന് ജോ പറയായിരുന്നു. നമ്മൾ ഹീറോയിൻ പേര് മിഡിൽ സാഡായിരുന്നു. അങ്ങനെ അവർക്ക് കോളേജ് സ്റ്റാർട്ടായിരുന്നു. അങ്ങനെ കോളേജകത്ത് വരുന്നതായിരുന്നു. ഗേൾസ് എല്ലാം പറയായിരുന്നു, വാവ് നല്ല പ്ലേസ് കോളേജാ, ഇവിടെ വന്ന നമ്മ അവർക്ക് വേണ്ടി വന്നതാ എന്ന് പറയണം. പ്രിൻസിനെ കാണാൻ പറ്റൂ, 7 ഓൾഡ് ഹാൻസം പ്രിൻസ് എന്ന് പറഞ്ഞ് ഗേൾസ് എല്ലാം ജൊള്ളു വിട്ടു പോയിരുന്നു. ഇവർക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ മച്ചി ഇവിടെ പറയുന്നത്? ആർന്നും മനസ്സിലായില്ല. അങ്ങനെ കോളേജിക്ക് അകത്ത് വന്നിരുന്നു. അവിടെ ഹോസ്റ്റലിൽ അവർ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെയായിട്ട് കോളേജ് സ്റ്റാർട്ട് ആയിരുന്നു. അങ്ങനെ 7 പേർ ഇങ്ങനെ സ്റ്റുഡൻസ് സ്റ്റേജിലേക്ക് വരുന്നു. അവിടെ എല്ലാവരോടും പറയായിരുന്നു മൈക്കൽ. അങ്ങനെ എല്ലാ പുതിയ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞ കേൾക്ക്, നിങ്ങൾക്ക് കോളേജിന് ഇപ്പം എല്ലാ പ്രൊഫസറെ ഇൻ്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രൊഫസർ പറയുന്നത്, നിങ്ങൾക്ക് പുതിയ പ്രൊഫസർ ഇപ്പം വരില്ല, പിന്നെ വരും എന്ന് ക്ലാസ്സിൽ വരും. ഓരോ നാൾക്ക് ഓരോന്ന്. അതിലൊരു മൊട്ട തല പ്രിൻസിപ്പിൾ പറയുന്നു. ഹീറോയ്ക്ക് കടുപ്പായിരുന്നു. ഈ മൊട്ട തല ഒന്നും സുന്ദരനില്ല എന്ന് പറയുന്നത്. ജോന് തിരിഞ്ഞപ്പോൾ ഒരു പ്രൊഫസർ ജൊല്ലി വിടായിരുന്നു. ഇവൾക്ക് ലൂസ്. റോസ് നോക്കുക, റോസും അതേമാതിരി ജൊല്ലി വിടായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞ് തലക്കൈ വെച്ചായിരുന്നു. ഇവൾക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ വന്നത്, ക്ലാസ്സിലിരുന്നായിരുന്നു. അങ്ങനെ പ്രൊഫസർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻസ് പറഞ്ഞു, ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട്. അങ്ങനെ 2 ഗേൾസ് സംസാരിക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നമ്മളെ പ്രൊഫസർ ആരാ വരാൻ പോകുന്നത്? ഹാൻസം ജിൻ എന്ന് പറയാം. ജിന്ന ആരടി ജിൻ എന്ന് ഹീറോ തിരിഞ്ഞ് നോക്കാറ്. ജിന്ന് വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒരു മാസം ഫീൽ ആവാൻ തുടങ്ങി. എവിടെയോ കണ്ടുള്ള പരിചയമാണ് എന്ന് പറഞ്ഞ് ജിന്ന് പറയായിരുന്നു. നിങ്ങളെ പേരല്ല പറയും സ്റ്റുഡൻസ് എന്ന് പറയുന്നു. എല്ലാവരും നെയിം പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ എണിച്ചായിരുന്നു. ജോ പറഞ്ഞു. ഫസ്റ്റ് ജോ പറയായിരുന്നു, എൻ്റെ പേര് ജോ. പിന്നെ റോസ് പറഞ്ഞു, എൻ്റെ പേര് റോസ്. കുട്ടീൻ്റെ പേര് പറയായിരുന്നു. ഹീറോ എണിച്ച്, എൻ്റെ പേര് മിയ എന്ന് പറഞ്ഞാണ്. ചിന്ന ഹീറോയിനെ നോക്കിയിട്ട് ലുക്ക് ചെയ്യായിരുന്നു. ഒരുപാട് ലുക്ക് ഇടായിരുന്നു. പിന്നെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മിയ ഇരുന്നായിരുന്നു. മിയക്ക് ഒന്നും മനസ്സിലായില്ല. സാർ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണല്ലോ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് കൺഷ്യസ് ആയിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കായിരുന്നു. അങ്ങനെ ജിന്നു അവിടെ നിന്ന് പോയായിരുന്നു. അങ്ങനെ ഹീറോയിനോട് പറയുന്നു, അതിലൊരു ചെക്കനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജാക്ക് വന്ന്, ഹായ് മിയ, സോ ബ്യൂട്ടിഫുൾ, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ കേട്ടായിരുന്നു. മിയൊക്കെ കൺഫ്യൂസായി. എന്താ ബോയ് ഫ്രണ്ടാ?
ജോ പറയായിരുന്നു, എന്താടാ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ എന്താക്കണോ പോടാ എന്നെ പറഞ്ഞായിരുന്നു. കണ്ട് കഥ പോയായിരുന്നു. അങ്ങനെ ആയിട്ട് ജോ പറയുന്നത് കേട്ടിട്ട് അവൻ ഷോക്കായിരുന്നു. എന്താ ഇവർക്ക് എന്ന് പിടിച്ച് ജോ പറഞ്ഞിട്ട് ഭയങ്കര ടെററിസ എന്നെ പറഞ്ഞു. ജോ ഇങ്ങനെ ടെൻഷനിൽ നടന്നു വരായിരുന്നു. ജോക്ക് വെളിയിൽ പോയിരുന്നു, ബാത്റൂം പോവാന്ന് പറഞ്ഞു തന്നെ വരുന്നു. തട്ടി വീഴാൻ പോയായിരുന്നു. ഒരു സാർ പിടിച്ചു വരുന്നു. തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ഫ്ലെക്സ് ആയിരുന്നു. ഫ്ലെക്സിനെ നോക്കി ജോ സൈറ്റ് ആന്ന് വായി പൊളന്നായിരുന്നു. ഫ്ലെക്സ് ഓക്കെ ആണല്ലേ? ഓക്കെ ആണ് സാർ. ജോ തിരിഞ്ഞ് വിളിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പോയി തിരിഞ്ഞ് നോക്കി ജോയിനെ വിളിച്ചായിരുന്നു. ക്യാബിനിക്ക് വാ എന്ന് പറയുന്നു. ജോക്ക് ഒന്നും മനസ്സിലായില്ല. ക്യാബിനിക്ക് പോയിരുന്നു. ജോ എനിക്ക് വേണ്ടി കുറച്ച് സംശയിക്കണോ പറഞ്ഞായിരുന്നു. ജോക്ക് ഒന്നും മനസ്സിലായില്ല. ജോക്ക് ഒരു ബോക്സിൽ ജോ ഒരിടത്ത് വന്ന് വിളി മാരി മീ എന്നെ പ്രൊപ്പോസ് ചെയ്ത്. ജോക്ക് കൺഫ്യൂസായി. സാർ നിങ്ങൾ എൻ്റെ ടീച്ചറാ, അതുകൊണ്ട് നിൻ്റെ ക്ലാസ് ടീച്ചറല്ലല്ലേ ഞാൻ? അതെ സാർ. അതൊക്കെ ഇല്ല ജോ, എനിക്കിനി ഇഷ്ടപ്പെട്ടു പോയി. അതൊക്കെ സാർ ഞാൻ സെക്കൻഡ് ഇയർക്ക് എത്തിയാണെന്ന് പറയാം സാർ എന്ന് പറഞ്ഞു. ജോ മാല എടുത്ത് ഒറ്റ എനിക്ക് ഓക്കെ സാർ എന്ന് പറഞ്ഞു ഓടിപ്പോയിരുന്നു. ഫ്ലിക്സ് ചിരിക്കായിരുന്നു. ഇവൾക്ക് തന്നെ പിടിക്കും എനിക്കറിയൂ എന്ന് ഫ്ലിക്സ് ചിരിക്കായിരുന്നു. ജോക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജോ സന്തോഷമായിട്ട് വന്നിരിച്ചു. എന്നിട്ട് എവിടേക്ക് നോക്കി കണ്ണെടുത്ത് നടക്കുന്നു എന്ന് പറയായിരുന്നു ജോ. എന്താടി കയ്യിൽ? അത് ഫ്ലിക്സ് സാർ എനിക്ക് ഗിഫ്റ്റ് തന്നതാ, മാരേജ് പ്രൊപ്പോസ് ചെയ്തു എന്ന് ജോ പറയായിരുന്നു. അടിപ്പാവി, പ്രൊപ്പോസ് ചെയ്തോ? റോസ് പറയാ, നിങ്ങൾക്ക് പ്രൊപ്പോസർ അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ബാങ്ക്സം എനിക്കൊന്നും പ്രൊപ്പോസ് ഇല്ല. അതെ ബാങ്ക്സനാണ്. അതുകൊണ്ട് എന്ന് പറയുന്നു. നടന്നു നീ പോടിയൊന്ന് അവിടെ പാട്ട് പടിയായിരുന്നു. ഒരു ക്ലാസ് റൂം, അവിടെ ആരുമില്ല. റോഡ് വിളിക്കായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞ് വായിക്ക് വെച്ചു ബാങ്ക്സൺ. ഹായ് ബ്യൂട്ടിയാ ആരാ നീ? അയക്ക് ഒരു മാല ഗിഫ്റ്റ് കൊടുത്തത് വല്ല മാരിമി എന്ന് പറയുന്നു. സാർ നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്യാൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വല്ല ആളാക്കിയായിരുന്നു റോസ്. എനിക്ക് എനിക്ക് പിടിക്കുമോ എന്ന് പ്രപ്പോസ് ചെയ്ത് ഞാൻ സെക്കൻഡ് ഇയർക്ക് എത്തിയാൽ പറയാമെന്ന് സാർക്ക് കണ്ടെത്തി ഒരു കിസ് അടിച്ച് റോസ് ഒറ്റ ഓട്ടം ഓടിപ്പോയി. ചിരിക്കായിരുന്നു.